അസ്സലാമു അലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ക്യാരറ്റ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കാണാനും കഴിക്കാനൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ഏകദേശം 250 ഗ്രാമാണ്. അതിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല മിനുസത്തിൽ അരച്ചെടുക്കാം. ഞാനിവിടെ സോസ് പാനിലേക്ക് 2 ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഗീ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ക്യാരറ്റ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് പാല്, 1/2 കപ്പ് പഞ്ചസാര, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 2 നുള്ളു ഉപ്പ്. ഇതെല്ലാം കൂടി പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നവരെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര നല്ലപോലെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം റവ ചേർത്ത ഉടനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൈവിടാതെ നമ്മൾ ഇളക്കി കൊടുക്കണം, കട്ട കെട്ടാതെ ഇരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത് വെന്ത് കിട്ടാൻ വേണ്ടി ഒരു 2-3 മിനിറ്റ് ഉണ്ടായിരുന്നു നമ്മൾ റവ വെന്ത് കിട്ടും. പിന്നെ നമ്മൾ അലുമിനിയം പാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ അതിൻ്റെ പിന്നെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ പാത്രത്തിൽ നിന്ന് ഇളകി വിട്ട് വരും. അപ്പം ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണിയാൻ വെക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. മുഴുവനും ചെറിയ ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ആവി പാത്രത്തിൽ 5 മിനിറ്റ് വേവിച്ചെടുക്കുക. ആദ്യം വേവിച്ചതായതുകൊണ്ട് തന്നെ കൂടുതൽ വേവേണ്ട ആവശ്യമില്ല. വെറും 5 മിനിറ്റ് മാത്രം വേവിച്ചെടുക്കുക. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മളെ ക്യാരറ്റ്സ് ബോളൊക്കെ ബന്ധിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാല്, ഒരു 1/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് മിൽക്ക് മെയ്ഡ്. നിങ്ങൾക്ക് പിന്നെ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂണ് ഏലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് തിളപ്പിക്കാം. പാല് നല്ലപോലെ തിളച്ച് ഒന്ന് ചെറുതായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബോളാക്കി വെച്ച ഈ ക്യാരറ്റ് ബോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കുറച്ച് വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ ഇട്ട് കൊടുത്തിട്ട് കട്ടകളില്ലാതെ കലക്കി എടുത്തിട്ട് ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഒരു ചെറിയ തീയിൽ ഇതൊന്ന് തിക്കായി വരുന്നവരെ വേവിച്ചെടുക്കുക. ഒരു 2-3 മിനിറ്റ് കുറുക്കിയെടുക്കുക. ഞാൻ ഇതിലേക്ക് കുറച്ച് ബദാം ചെറുങ്ങനെ മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഏത് നട്ട്സാണുള്ളത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം വേണമെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അല്ല ഇതിലും കൂടുതൽ പുഡിങ് രൂപത്തിലാണ് വേണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതുപോലെ ഉണ്ടാക്കാം. ഞാൻ പുഡിങ് രൂപത്തിലാണ് ഉണ്ടാക്കിയത്. അപ്പം ഇത് എന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കാണാനും കഴിക്കാനും അടിപൊളിയായ ക്യാരറ്റ് ജാമൻ പുഡിങ് റെഡിയായി. ഇത് വിരുന്നാരൊക്കെ വന്നാൽ ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഇഷ്ടപ്പെടും. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.